എത്ര വലിയ ദൈവവിശ്വാസികളായി ജീവിക്കുന്നുണ്ട്. പ്രപഞ്ചത്തിലെ ഏറ്റവും പരമമായ സത്യം നമ്മെ പടച്ചൊരു പടച്ച തമ്പുരാൻ നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ്. ആ പടച്ച തമ്പുരാനെ നമ്മൾ കാണേണ്ടി വരും എന്ന് ചിന്തിക്കുകയും ബോധിക്കുകയും ചെയ്യുന്ന അറിവിനോളം വലിയ അറിവ് ലോകത്ത് വേറെയുണ്ടോ? അതുകൊണ്ടാണ് ഫഇന്നഹാ ലാ തഅമൽ അബ്സാർ, മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് കാണുക എന്നതല്ല വിഷയം. വലാകിൻ തഅമൽ ഖുലൂബുല്ലതി ഫിസ്സുദൂർ, മനുഷ്യന്റെ ഹൃദയങ്ങൾക്ക് ഉൾക്കാഴ്ചയുണ്ടാവുക എന്നിടത്താണ് വിഷയം. കണ്ണുകൾക്ക് ഉൾക്കാഴ്ചയുണ്ടാകുന്നത് പടച്ചതമ്പുരാനെ നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട്, നിങ്ങളുടെ ചിന്തകളെ കൊണ്ട് അള്ളാഹുവിനെ ഇദ്റാക്ക് ചെയ്യുന്നത് സാധ്യമല്ല. മനുഷ്യന്റെ ബുദ്ധിയെ, മനുഷ്യന്റെ കണ്ണുകളെ, മനുഷ്യന്റെ വിചാരവികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അല്ലാഹു. ഇന്നൽ ഖുലൂബ് ബൈന ഇസ്ബഅൈനി മിൻ അസ്വാബിഇർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വിരലുകൾക്കിടയിലാണ് മനുഷ്യരുടെ ഹൃദയങ്ങളെല്ലാം. യഖ്ലിബുഹാ കൈഫ യശാ, എങ്ങനെ വേണമെങ്കിലും ആ ഹൃദയങ്ങളെ മറിച്ചിടാൻ അല്ലാഹുവിന് കഴിയും. നമുക്കൊരിക്കൽ ഇഷ്ടം തോന്നിയ ആളോട് പിന്നെ വെറുപ്പ് തോന്നും, വെറുപ്പ് തോന്നിയിരുന്ന ആളുകളോട് പിന്നീട് ഇഷ്ടം തോന്നും, ചിലപ്പോൾ ഒന്നും തോന്നിയില്ല എന്ന് വരും. മനുഷ്യരങ്ങനെയാണ്, അങ്ങനെയല്ലേ? അതുകൊണ്ടാണ് മനുഷ്യന്മാർ കുറേ പുകഴ്ത്തി പറയുമ്പോൾ പൊങ്ങാൻ നിൽക്കേണ്ട. കാരണം കുറച്ച് കഴിഞ്ഞാൽ അവരെന്നെ താഴ്ത്തി പറയും ചെയ്യും. അപ്പം എന്ത് ചെയ്യുക? പൊങ്ങാണ്ടിരിക്കുക. മനുഷ്യന്മാർ അങ്ങനെയാണ്. ഒരാവേശത്തിന് ഇപ്പം എന്തൊക്കെയോ പറഞ്ഞെന്ന് വരും, കുറച്ച് കഴിഞ്ഞാൽ ആവേശമൊക്കെ പോയാൽ ചവിട്ടി തേക്കും ചെയ്യും. ഇത് മനുഷ്യന്റെ പ്രകൃതമാണ്. കാരണം ഹൃദയങ്ങളെ നിയന്ത്രിക്കുന്നത് അല്ലാഹുവാണ്. യഖ്ലിബുഹാ കൈഫ യശാ, അത് എങ്ങനെ വേണമെങ്കിലും മറിച്ചിടാൻ അല്ലാഹുവിന് കഴിയും. അതുകൊണ്ടാണ് പുണ്യനബി തങ്ങൾ പറഞ്ഞത്, ലോകത്തെ മനുഷ്യരുടെ മുഴുവൻ സ്നേഹം പിടിച്ചു പറ്റാൻ വേണ്ടി മനുഷ്യർക്ക് ഇഷ്ടമുള്ളത്, അവർക്കെന്താണോ വേണ്ടത്, അള്ളാന്റെ ഇഷ്ടമല്ല, അതിന് വിപരീതമായ മനുഷ്യരുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് നിന്റെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളെയൊക്കെ നീ സന്തോഷിപ്പിക്കാൻ തുനിഞ്ഞിട്ടും കാര്യമില്ല. അവരുടെ ഹൃദയങ്ങളിൽ നിങ്ങളോടൊരു സ്നേഹമുണ്ടാക്കി തരുന്നത് പടച്ചവനാ. അതുകൊണ്ട് ഇതൊക്കെ വിട്ടിട്ട് ആ മേലെയുള്ള പടച്ചവനങ്ങ് സന്തോഷിപ്പിച്ചാൽ ഇവരൊക്കെ ഓട്ടോമാറ്റിക്കലി റെഡിയാവും. അപ്പൊ നമ്മൾ നിസ്കാരവും മെഹറാജിന്റെ വലിയൊരു സമ്മാനം നിസ്കാരമാണ്. നിസ്കാരവും നമ്മുടെ സുശീലങ്ങളും സത്യസന്ധതയും നമ്മുടെ സൽസ്വഭാവവും നമ്മുടെ ഇബാദത്തുകളും നമ്മുടെ അദ്കാറുകളും ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തുകളും ഇതൊക്കെ നിർത്തിവെച്ചിട്ട് ആളുകൾക്ക് വേണ്ടി കോലം കെട്ടാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. അതുകൊണ്ടൊന്നും ആൾക്കാർ ഇഷ്ടപ്പെടൂല. കാരണം എന്തേ? ജനങ്ങളെ കൽബിൽ മഹബ്ബത്ത് നൽകുന്നത് അള്ളാഹു ചെയ്യുന്ന പണിയാണ്. പടച്ചോൻ ഇഷ്ടപ്പെടുത്തിയാലേ അള്ളാഹു അത് ചെയ്തു തരികയുള്ളൂ. സുബ്ഹാനല്ലാഹ്. എല്ലാം പടച്ചവന്റെ നിയന്ത്രണത്തിലാണ് ഈ ലോകത്ത്. അത് വല്ലാത്തൊരു അത്ഭുതമാണ്. സ്നേഹവും വെറുപ്പും മഹബ്ബത്തും കുറുഹും എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അള്ളാഹുവിന്റെ മെഹബൂബാണ്. അവിടത്തേക്കാളും മെഹബൂബായ ഒരാൾ ഇനി ജനിക്കുകയുമില്ല, ജനിച്ചിട്ടില്ല, ജനിക്കാൻ പോകുന്നുമില്ല. അത് ഹബീബ് തങ്ങൾ മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. ആ മഹബ്ബത്ത് ഹബീബിനെ അറിയുന്നവർക്ക്, ഹബീബിന്റെ അഖ്ലാഖുകൾ മനസ്സിലാക്കിയവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. ഹബീബിന്റെ നസബ്, അവിടുത്തെ വംശപരമ്പര, ഹബീബായി തങ്ങളുടെ സ്വഭാവ വിശുദ്ധി, അവിടുത്തെ നുബുവത്ത്, അവിടുത്തെ ശരീഅത്ത്, അവിടുത്തെ നൂറ്, ആ പ്രകാശം, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് ഹബീബിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതിനിപ്പുറത്ത് ഹബീബിൽ നിന്ന് എന്തെങ്കിലും അത്ഭുതങ്ങൾ, ഇസ്രാഇന്റെയും മെഹറാജിന്റെയും അനുഭവങ്ങൾ മഹാത്ഭുതങ്ങളുടെ മഹാത്ഭുതങ്ങളാണ്. അത് കാണുമ്പോൾ ചില ആളുകൾ ഇങ്ങനെയും ഒരു സംഭവം സത്യസന്ധനായ ഒരു പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലേ,
അതിനു മുമ്പോ അതിനുശേഷമോ ആ സംഭവത്തിലോ ഒന്നിലും ഒരു കളവ് പോലും തമാശയിൽ പോലും പറയാത്ത ഒരു പുണ്യപ്രവാചകർ എന്നെ അല്ലാഹു 7 ആകാശങ്ങളുടെ സർവ്വസീമകളും മറികടന്ന് എന്നെ റബ്ബ് തെരഞ്ഞെടുത്തൊരു മഖാമിലേക്ക് എന്നെ കൊണ്ടുപോയി ആ രാത്രിയിൽ ഞാൻ തിരിച്ചു വന്നു എന്ന് പറയുന്ന ഹബീബായ നബി തങ്ങളുടെ സത്യസന്ധതയെ ബോധ്യപ്പെടുമ്പോൾ ഹബീബിനോട് തോന്നുന്നൊരു ആദരവുണ്ട്. ചില ആളുകൾക്ക് അപ്പോഴേ അത് ബോധ്യപ്പെടുള്ളൂ എന്ന് മാത്രം. എന്നാൽ അവിടുന്ന് കൊണ്ടുവന്നത് മുഴുവനും സത്യമാണ്, അവിടുന്ന് പറഞ്ഞത് മുഴുവനും ഹഖാൻ, അവിടുന്ന് ബോധിപ്പിച്ചത് മുഴുവനും പരമമായ സത്യമാണ്. ഹഖ്ഖുൻ ലാ നിഖാശ ഫീ, the ultimate truths, the non-negotiable truths. പിന്നെ അവിടെ ചോദിക്കേണ്ട കാര്യമില്ല. അത് ബോധ്യപ്പെടുത്താനാ ഇസ്രാഉം മിഅ്റാജും പുണ്യ നബിയെ കൊണ്ട് അല്ലാഹു ചെയ്യിപ്പിച്ചത്. وما جعلنا الرؤيا التي أريناك إلا فتنة للناس. പരിശുദ്ധമായ മിഅ്റാജിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്താണ് ഇതെന്ന് മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നു. അതല്ല, ഇത് തന്നെയാവണം ഹുദൈബിയ സന്ധിയിൽ അവസാനിച്ച ഹബീബിന്റെ ഉംറയെക്കുറിച്ചുള്ള ആ ആയത്തിനെ ആ ഒരു സ്വപ്നത്തെക്കുറിച്ചുള്ള പരാമർശമാണോ എന്നും ഇവിടെ ചർച്ചയുണ്ട്. പക്ഷേ ഇതല്ലാഹു തആല ജല്ല ജലാലു ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു സാധ്യമാക്കി കൊടുത്ത അല്ലാഹുവിനെ കാണുക എന്ന് പറയുന്ന പ്രപഞ്ചത്തിന്റെ മലകൂത്തു സമാഇന്റെ അദൃശ്യ ലോകത്തിന്റെ രഹസ്യങ്ങളെ ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന റുഅ്യ, ആ റുഅ്യ അല്ലാഹു നടപ്പിലാക്കി കൊടുത്തത് ചില ആളുകളുടെ ഈമാൻ പരീക്ഷിക്കാൻ തന്നെയാണ്. സ്വപ്നം കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെ പരീക്ഷണാവുക? ഒരാൾ ഇവിടെ നിന്ന് പറയാ, ഞാനിപ്പോ ഇന്ന് രാവിലെ ദുബായി പോയി വന്നിട്ടാ. എപ്പോ? നീ രാവിലെ പുരയിന്നിറങ്ങി കണ്ടില്ലേ? അപ്പോഴേക്ക് ഞാൻ ദുബായി പോയി വന്നിട്ടുണ്ട്. അതെപ്പോടാ? അപ്പൊ പറയാണ്, ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടടാ, ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അറിയുന്നത് ഞാൻ മാസത്തിൽ കൊണ്ട് തന്നെയാണ്. ആർക്കെങ്കിലും വല്ല വിഷയമുണ്ടോ? വല്ല കുഴപ്പമുണ്ടോ? സ്വപ്നം കൊണ്ട് അമേരിക്ക വരെ പോയി എന്ന് വിചാരിക്കുക. പോട്ടെ, ഓൻ 1-ാം ആകാശം കഴിഞ്ഞ് 2-ാം ആകാശത്ത് പോയിട്ടാ വന്നൊന്ന് സ്വപ്നം കണ്ട് പറഞ്ഞാൽ വല്ല ഫിത്ന അതുകൊണ്ടുണ്ടോ? ആർക്കെങ്കിലും വല്ല പ്രയാസമുണ്ടോ? ഇല്ല. കാരണം സ്വപ്നത്തിൽ ഒരാൾക്ക് എന്തും കാണാം. അതുകൊണ്ട് ഹബീബിന്റെ സ്വപ്നത്തെക്കുറിച്ചല്ല ഫിത്നതൻ ലിന്നാസ് എന്ന് പറയുന്നത്. പിന്നെയോ, എൻ്റെ ഹബീബ് ഇങ്ങനെ ഒരു യാത്ര നടത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾ ഐൻസ്റ്റൈൻ്റെ ഒരു തിയറി കൊണ്ടുവരും, ഒരു ഖാഇദ. എന്താണ് ആ ഖാഇദ? ഒരു ഐനും ലാ തസ്തതിഉ ഐനുൻ അൻ യുസാഫിർ ബിസുറഅത്തിൽ ലൗ. പ്രകാശത്തിന്റെ വേഗതയിൽ ഒരു വസ്തുവിനും ഒരു ഐനിനും സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഖാഇദ. Nothing can travel in the velocity of light. പ്രകാശത്തിന്റെ വേഗതയിൽ ഒരാൾക്കും ഒരു വസ്തുവിനും സഞ്ചരിക്കാൻ കഴിയില്ല എന്നല്ലേ? പിന്നെ എങ്ങനെ ഒരു മനുഷ്യനായ ആൾ, അതും ബിഅബ്ദിഹി അസ്റാ ബിഅബ്ദിഹി, സ്വപ്നം കണ്ടതല്ല. അബ്ദ് എന്ന് പറയുന്നത് ജിസ്മും റൂഹുമുള്ള ഒരവസ്ഥയിൽ പറയുന്ന വാക്കാണ്. ഹബീബായ നബി തങ്ങളെന്ന അല്ലാഹുവിന്റെ അബ്ദിനെ അല്ലാഹു കൊണ്ടുപോയി. എന്തിനെയല്ല കൊണ്ടുപോയത്? റൂഹിനെയല്ല കൊണ്ടുപോയത്, അബ്ദിനെ കൊണ്ടുപോയി. അസ്റാ ബിഅബ്ദി. അല്ലാഹു പറഞ്ഞു, ഇതേ എൻ്റെ റസൂല് ഞാനങ്ങ് പോയി എന്ന് പറഞ്ഞതല്ല. ഞാനങ്ങ് പോയി എന്നാണോ അള്ളാഹു ആയത്തിറക്കിയത്? അല്ല. എന്താണ്? അള്ളാഹു ഹബീബിനെ കൊണ്ടുപോയി. അപ്പോ ഒരു കുട്ടി പറയാണ്, ഞാൻ ഇവിടുന്ന്, മോൻ്റെ പേരെന്താ? മോനെ? സയാൻ പറയാണ്, ഞാൻ ഇവിടുന്ന് മംഗലാപുരത്ത് പോയി. സയാൻ എങ്ങനെ പോയി മോനെ? ഞാൻ അങ്ങ് പോയി. നീ പോയാ? ഞാൻ പോയി. ഓക്കെ. സയാൻ ഒറ്റയ്ക്ക് മംഗലാപുരത്ത് പോവേ, എന്നിട്ട് നീ ഇപ്പം തിരിച്ചു വന്നോ? ഭയങ്കര അത്ഭുതമാണല്ലോ, നീ ബമ്പനാണല്ലോ, അങ്ങനെ പറയല്ലേ, ജോൺ ബമ്പൻ. സയാൻ പോയി. പിന്നെ അവൻ പറയാണ്, ഞാൻ പോയത് എൻ്റെ ഉപ്പൻ്റെ കൂടെയാണ്. ഓ, ഇപ്പൊ മനസ്സിലായി. അപ്പൊ നീ പോയിട്ടുണ്ട്, നിന്റെ കൂടെ ബാപ്പുണ്ടായിരുന്നല്ലേ? അപ്പൊ ബാപ്പ കാറിലിട്ട് കൊണ്ടുപോയതാ. അപ്പൊ പിന്നെ സയാന് നടക്കാൻ പറ്റുമോന്നല്ല അവിടെ നോക്കുക. വാപ്പക്ക് ഡ്രൈവ് ചെയ്യാൻ അറിയുന്നുണ്ടോ? വാപ്പക്ക് വണ്ടി ഉണ്ടോ? വാപ്പ പോകാൻ കഴിയുന്ന ആളാണോ? എങ്കിൽ വാപ്പയുടെ താബിയായിട്ട് കുട്ടി പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസമുണ്ടോ?
കുട്ടി ഒറ്റക്ക് പോയി എന്ന് പറയുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. കുട്ടിയെ ഒരാൾ കൊണ്ടുപോയി എന്ന് പറഞ്ഞു, ഞാൻ ബോംബെ വരെ പോയി എന്ന് പറഞ്ഞു, നമുക്ക് വിശ്വസിച്ചൂടെ കൂടെ ആളുണ്ടെങ്കിലേ? അതുകൊണ്ട് അല്ലാഹ് പറയാ അസ്റാ ബിഅബ്ദിഹി, അല്ലാഹു അവന്റെ അബ്ദിനെ കൊണ്ടുപോയതാണ്. അപ്പോ നിങ്ങൾ അബ്ദിന്റെ ഖുദ്റത്തിനെ കുറിച്ചല്ല ആലോചിക്കേണ്ടത്, കൊണ്ടുപോയ അല്ലാഹുവിന്റെ ഖുദ്റത്തിനെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹ്ക്ക് അത് കഴിയൂല്ലേ എന്ന് നോക്കിയാൽ മതി. ഹബീബാ നബി ഒറ്റക്ക് പോയി എന്നല്ലല്ലോ പറയണത്. എന്താ പറഞ്ഞത്? സുബ്ഹാന. ഇനി പറയാൻ പോകുന്ന വിഷയം അത്ഭുതത്തിന്റെ വിഷയമാണ്. അത്ഭുതങ്ങളുടെ വിഷയങ്ങൾ പറയുമ്പോഴാ ആയത്തിന്റെ തുടക്കത്തിൽ സുബ്ഹാന എന്ന് പറയാ. ഇനി പറയാൻ പോകുന്നത് അത്ഭുതമാണ്. അതുകൊണ്ട് സുബ്ഹാനക യാ റബ്ബ്, അല്ലാഹുവേ നീ പരിശുദ്ധനാണ് റബ്ബേ എന്ന് പറയാൻ റെഡിയായിക്കോളൂ. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഒരു അത്ഭുതമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രാ സുബ്ഹാന എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നത്. ഇനി പറയുന്നത് ഒരു സാധാരണ സംഗതിയല്ല. നിങ്ങൾക്ക് അത്ഭുതം വരും, നിങ്ങൾക്ക് അത്ഭുതം തോന്നും, ബെവിൽഡർമെന്റ് വരും. ബെവിൽഡറിംഗ് എന്ന് പറയും, അന്തം വിട്ടുപോകുക എന്ന വാക്കിന്റെ അർത്ഥം. ഇലാഹ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അലിഹയ ഇലഹു, നമുക്ക് ചെറിയൊരു സ്വതക്ക ചെയ്യാനൊരു അവസരം വന്നിട്ടുണ്ട് ട്ടാ. തെറ്റുകൾ പുറത്ത് കിട്ടാൻ, മുസീബത്തുകൾ തട്ടി ദൂരത്താവാൻ ഒരു ഗോൾഡൻ ചാൻസ് നമ്മുടെ മുമ്പിലേക്ക് വരിക. നല്ല സ്വതക്ക കൊടുത്തോളി, അള്ളാഹു സ്വീകരിക്കട്ടെ, ആമീൻ. നമ്മൾ ചെയ്തതൊക്കെ കുരുത്തക്കേട് ആണ്. വലിയ വലിയ തെറ്റുകളുണ്ടാകാം, ചെറുതുണ്ടാകാം. പടച്ച തമ്പുരാന് കൊടുക്കുന്നിടത്ത് മാത്രം പിശുക്കുക. ഇങ്ങോട്ട് കിട്ടാനുള്ളതൊക്കെ ഭയങ്കരമായിട്ട് ചോദിച്ചു വാങ്ങുക, അങ്ങനെ പോണ്ട. അതുകൊണ്ട് കൊടുക്കുന്നതിൽ നമ്മളെ കൊണ്ട് കഴിയുന്നതിലൊരു നല്ലത്. നമ്മുടെ ബക്കറ്റുമായി പ്രവർത്തകർ വരുന്നുണ്ട്, നിങ്ങൾ ഇട്ട് കൊടുക്കണം. സഹോദരിമാരുടെ ഭാഗത്തേക്കൊക്കെ വരുന്നുണ്ട്, കുട്ടികൾ വരുന്നുണ്ട്. അവരും എന്ത് ചെയ്യണം? ഈ പരിശുദ്ധമായ രാത്രിയുടെ ഈ മജ്ലിസിന്റെ പുണ്യം നമുക്ക് ലഭിക്കണം. അല്ലാഹു ഈ മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോഴേക്കും നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരായി അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഒരു രാത്രിയുടെ അല്പസമയത്തിനകം അല്ലാഹുവിൻ്റെ ഹബീബിനെ അല്ലാഹു തആല കൊണ്ടുപോയത് മഹാത്ഭുതമാണ്. സുബ്ഹാന, അല്ലാഹു സുബ്ഹാനാൻ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, എൻ്റെ അബ്ദ്, എൻ്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിട്ട് പോയി എന്ന അവകാശവാദം നിങ്ങളോട് പറയുകയല്ല. എൻ്റെ റസൂലിനെ ഞാൻ കൊണ്ടുപോയതാണ്. അതുകൊണ്ട് എൻ്റെ ഹബീബിനെ വെച്ചുകൊണ്ടല്ല നിങ്ങൾ അളക്കേണ്ടത്. കൊണ്ടുപോയ ഞാൻ ആരാണ്? എൻ്റെ ഖുദ്റത്ത് എന്താണ്? വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാറ്റിനും കഴിവുള്ളവനല്ലയോ അല്ലാഹു. ആ റബ്ബ് ഹബീബിനെ കൊണ്ടുപോയി ബുറാഖെന്ന വാഹനപ്പുറത്ത്. ബിഅബ്ദിഹി ലൈലൻ, രാത്രിയിലാണ് കൊണ്ടുപോയത്. അസ്റാ എന്ന് പറഞ്ഞാൽ തന്നെ രാത്രി കൊണ്ടുപോകാന്ന. പിന്നെ ഒരു ലൈലൻ എന്നത് നിഖറയായി കൊണ്ടുവന്നാൽ ഐ ജുസ്അൻ മിനൽ ലൈൽ, രാത്രിയിലെ ഒരല്പസമയത്തിനുള്ളിൽ. എവിടെ നിന്ന് എവിടേക്ക്? മിനൽ മസ്ജിദിൽ ഹറാം. ഇന്ന അവ്വല ബൈത്തിൻ wudi'a ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക. പരിശുദ്ധമായ മക്ക പുണ്യഭൂമിയിൽ അല്ലാഹുവിന് വേണ്ടി പടുത്തുയർത്തപ്പെട്ട ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ആരാധനാലയം അതാണ് കഅബാലയം. ഇന്ന അവ്വല ബൈത്തിൻ wudi'a ലിന്നാസ്, ഭൂമിയെ വൽ അർള വളഅഹാ ലിൽ അനാം എന്ന വദഅ ചെയ്ത അല്ലാഹു തന്നെ പറയാണ് ഇന്ന അവ്വല ബൈത്തിൻ wudi'a ലിന്നാസ്. അതുകൊണ്ട് ഭൂമിയുടെ കാലപ്പഴക്കം അറിയുന്നത് അല്ലാഹുവിനാണ്. ആ പടച്ചതമ്പുരാൻ പറയാ, എൻ്റെ ഭൂമിയെ ഞാൻ പടച്ചയിടം മുതൽ എൻ്റെ ഭൂമിയിൽ ആദ്യം എനിക്ക് വേണ്ടി ഞാൻ എന്നിലേക്ക് നിസ്ബ ചെയ്ത എൻ്റെ ഭവനമാണ് കഅബാലയം. അൻ തുഹിറാ ബൈതിയ, എൻ്റെ വീട് എന്ന് അല്ലാഹു പറഞ്ഞ വീട്. നാട്ടിലെ പള്ളികളൊക്കെ അള്ളാന്റെ വീടാണ്, പക്ഷെ അള്ളാന്റെ വീടായി നമ്മൾ വഖഫ് ചെയ്യുന്നതാണ്. പക്ഷേ കഅബാലയം അള്ളാഹു എൻ്റെ വീടാണ് എന്ന് അള്ളാഹുലേക്ക് ചേർത്തി പറഞ്ഞതാണ്. ആ കഅബാലയത്തിൽ നിന്ന് നിബിതങ്ങളുടെ അമ്മായിയായിരുന്ന ഉമ്മുഹാനി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ പുണ്യനിബിതങ്ങൾ കിടന്നുറങ്ങുന്ന ദിവസമായിരുന്നു അത്. ആ രാവിലാണ് ഇസ്രാഉം മിഅ്റാജും ഉണ്ടാകുന്നത്.
ഹബീബിനെ കൊണ്ടുപോകാൻ ബുറാഖ് എന്ന വാഹനം വന്നു എന്ന് നമുക്കറിയാം. മസ്ജിദുൽ അഖ്സ, നമ്മൾ പറയും മസ്ജിദുൽ അഖ്സ എന്ന്, ശരിക്കും അത് അറബി വ്യാകരണ പ്രകാരം അൽ മസ്ജിദുൽ അഖ്സ, ഏറ്റവും ദൂരെയുള്ള പള്ളി. അൽ എന്ന് ചേർക്കണം. അൽ മസ്ജിദുൽ അഖ്സ, അല്ലെങ്കിൽ ബൈത്തുൽ മഖ്ദിസ്, അല്ലെങ്കിൽ അൽ ബൈത്തുൽ മുഖദ്ദസ്, അങ്ങനെയൊക്കെ പറയാം. അൽ മസ്ജിദുൽ അഖ്സയിലേക്ക് ഹബീബിനെ കൊണ്ടുപോയ അല്ലാഹു പരിശുദ്ധനാണ്. അപ്പോൾ ഒരു ചോദ്യം വന്നു, 500 കിലോമീറ്റർ അന്ന് യാത്ര ചെയ്യണമെങ്കിൽ മിനിമം 10 ദിവസം എടുക്കും ഒട്ടകപ്പുറത്ത്. അവർ 1000 കിലോമീറ്റർ യാത്ര ചെയ്യണമെങ്കിൽ 20 ദിവസം എടുക്കും. ഒരു 2000 കിലോമീറ്റർ ദൂരെയാണെങ്കിലോ 40 ദിവസം എടുക്കും. 40 ദിവസമെടുക്കുന്ന 2000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന ഒരു സ്ഥാനത്തേക്ക് പുണ്യ ഹബീബിനെ രാത്രിയിൽ അള്ളാഹു കൊണ്ടുപോയതാണ്. ഇസ്രാ മിഅ്റാജ് സംഭവങ്ങളിൽ അള്ളാഹു വ്യക്തമാക്കി പറഞ്ഞത്. സൂറത്തുൻ നജ്മിൽ മിഅ്റാജിനെ കുറിച്ച് സൂചിപ്പിച്ചു എന്നാ പറയാം. ഇസ്രാ മാത്രമേ തുറന്നടിച്ചിട്ടുള്ളൂ. ഞാൻ എൻ്റെ റസൂലിനെ കൊണ്ടുപോയി. ആർക്കാ ചോദിക്കാൻ വരുന്നത്? ചോദിക്കാൻ വാ, ഞാനാ കൊണ്ടുപോയത്. അതാണ് ഖുർആന്റെ ഭാഷ്യം. ഇത് ചില ആളുകൾക്ക് പരീക്ഷണമാണ്, ഇത് ഫിത്നയാണ്. ഇങ്ങനെ സംഭവിക്കുമോ? അപ്പം ഇങ്ങനെ സയൻസ് വെച്ച് നോക്കുമ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യതല്ല എന്ന് ചില ആളുകൾ പറയും. കാരണം അവിടെ അവസാനിച്ചിട്ടില്ല. ബൈത്തുൽ മഖ്ദിസിൽ നിന്ന്, അൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്, അൽ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഹബീബായ നബി തങ്ങളെ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് അള്ളാഹു ഉദ്ദേശിച്ച ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുപോയി 5 നേരത്തെ നിസ്കാരം സമ്മാനമായി കൊടുത്ത് ഹബീബിനെ തിരിച്ചു പറഞ്ഞയച്ച് മസ്ജിദുൽ അഖ്സയിൽ ലാൻഡ് ചെയ്ത് അവിടെ നിന്ന് വീണ്ടും മസ്ജിദുൽ ഹറാമിലേക്ക് ബുറാഖിൻ്റെ പുറത്ത് വന്ന ആ യാത്രയാണ് അൽ ഇസ്റാ വൽ മിഅ്റാജ് എന്ന് പറയുന്ന ഈ റജബ് മാസത്തിലെ 27-ാം രാവ് എന്ന് പറയുന്നത്. അതിൻ്റെ പിറ്റേന്നാൾ നമ്മൾ അള്ളാഹുവിന് ശുക്റായി നോമ്പെടുക്കുന്നവരാണ്. എന്തായിരുന്നു ആ യാത്ര? മനുഷ്യൻ സഞ്ചരിക്കുന്ന സ്പീഡിനൊരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയില്ല. പ്രകാശം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ വാച്ചിലേക്ക് നോക്കിയൊക്കെ സെക്കൻഡ് നോക്കുമ്പോൾ 2 സെക്കൻഡായി പോകും. ഒറ്റ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ യാത്ര ചെയ്യണം. ഒരു സെക്കൻഡിൽ. സൂര്യപ്രകാശത്തിന്റെ വേഗതയാണത്. അതുകൊണ്ടാണ് വശംസി വദുഹാഹ. എന്തിനാ അള്ളാഹു സൂര്യന്റെ പ്രകാശത്തെ സംബന്ധിച്ച് ഇങ്ങനെ അള്ളാഹു തആല സത്യം ചെയ്യുന്നത്? അത് ചെറിയൊരു സംഭവമല്ല. അത് ഇനി മനസ്സിലാവാത്തത് എന്തൊക്കെ കാണും. അള്ളാഹുവേ, വശംസി, സൂര്യനെ തന്നെയാണ് സത്യം. വദുഹാഹ, സൂര്യന്റെ ദുഹയെ തന്നെയാണ് സത്യം. സൂര്യന്റെ പ്രഭക്കാണ് ദുഹ എന്ന് പറയുന്നത്. സൂര്യപ്രകാശത്തെ തന്നെയാണ് സത്യം. അപ്പൊ മനസ്സിലായി, സൂര്യപ്രകാശത്തിനേക്കാളും വേഗതയുള്ള ഒരു സാധനം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ കണ്ടിട്ടില്ല. പക്ഷേ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമുക്കറിയില്ല. മുംകിനാണ്, മുസ്തഹീലല്ല. ശാസ്ത്രകാരന്മാരെ പറയുന്നത് നമുക്കറിയില്ല. കാരണം ഈ പ്രപഞ്ചം ഒരറ്റത്ത് നിന്ന് മറ്റൊരറ്റത്തേക്ക് മനുഷ്യൻ യാത്ര ചെയ്യുകയാണെങ്കിൽ കോടി 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 കൊല്ലങ്ങളെടുക്കുമത്രേ. ഈ സ്പീഡിൽ പോയാൽ, സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സ്പീഡിൽ പോയാൽ, അങ്ങനെ പോകാൻ കഴിയില്ല എന്നാ. ആ സ്പീഡ് പ്രാപിക്കുമ്പോഴേക്കും വസ്തു ഊർജമായിട്ട് മാറും. ദ മാസ് വിൽ ടേൺ ഇൻ ടു എനർജി. പിന്നെ സാധനം കാണാൻ കിട്ടൂല എന്നാ, അത് ഊർജമായിട്ട് മാറിയിട്ടുണ്ടാവുന്ന. അപ്പൊ ഇതൊരു ഫിത്നയാണ് ചില ആളുകൾക്ക്. സയൻസ് കൊണ്ടാണ് ഞങ്ങൾ ദീൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നോന്ന് പറയേണ്ടി വരും. കാരണം ദീൻ എന്ന് പറയുന്നത് അഖ്ലുൻ മിനൽ ഖാരിജ്, അതാണ് വഹ്യ്. നിന്റെ ബുദ്ധി എന്ന് പറയുന്നത് വഹ്യുൻ മിനദ് ദാഖിൽ, നിന്റെ ഉള്ളിൽ കിടക്കുന്ന വഹ്യാണ്. പുറമെ നിന്നൊരു വഹ്യ് വരുന്നുണ്ട്, അതാണ് പുറമെ നിൽക്കുന്ന നിന്റെ അഖല്. നിന്റെ ഉള്ളിൽ കിടക്കുന്ന അഖല് പുറമെ കിടക്കുന്ന അഖലുമായി സിൻക്രണൈസ് ചെയ്യുമ്പോഴാണ് കാര്യങ്ങളെ ബോധിക്കാൻ കഴിയൂ എന്ന് പഠിപ്പിച്ചത് മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി തആല അലൈഹി.
മഹാനവർ പറഞ്ഞു, അൽ അഖ്ലു വഹ്യുൻ മിനദ് ദാഖിൽ വൽ വഹ്യു അഖ്ലുൻ മിനൽ ഖാരിജ്. നമ്മൾ കാണുന്നത്, ഈ പഠിക്കുന്നതും ഈ ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യുന്നതും ഇത് മാത്രമാണ് പഠനം എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. അറിവ് അതിനപ്പുറത്ത് കിടക്കുന്നുണ്ട് എന്ന് സൂറത്തുൽ കഹ്ഫിലെ 10-20ഓളം ആയത്തുകളെ ഉപയോഗപ്പെടുത്തി ഖിദർ നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം അള്ളാഹു പരിചയപ്പെടുത്തിയതാണ്. ഖിദർ നബി അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തിയിടത്ത് അറിവിൻ്റെ സോഴ്സ് സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന് വഹ്യായി ലഭിച്ച തൗറാത്തിൻ്റെ അൽവാഹികൾക്കപ്പുറത്തേക്ക്, അള്ളാഹു നൽകുന്ന ഇൽഹാമിനപ്പുറത്തേക്ക് മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന് പോലും ആക്സസ് കിട്ടാതിരുന്ന ചില അറിവുകളുടെ വാതായനങ്ങൾ മഹാനായ സയ്യിദുനാ ഖിദർ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ തുറന്നിട്ട് കാണിച്ചു കൊടുത്തപ്പോഴാ ഇങ്ങനെയും അറിവിൻ്റെ ഒരു രീതിയുണ്ട് എന്ന് അള്ളാഹു മനുഷ്യരെ പരിചയപ്പെടുത്തുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وما جعلنا الرؤيا التي يريناك إلا فتنة للناس. നബിയേ, അങ്ങയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാത്ഭുതങ്ങളെ മനുഷ്യന്റെ പരിമിതമായ അറിവിൻ്റെ സോഴ്സുകൾ ഉപയോഗപ്പെടുത്തി ഞാൻ കാണുന്നതോ ഞാൻ കേൾക്കുന്നതോ എനിക്ക് ബോധിക്കുന്നതോ അത് മാത്രമേ എനിക്ക് സ്വീകരിക്കാൻ കഴിയൂ എന്ന് ചിന്തിച്ചു വെക്കുന്ന യുക്തിവാദത്തിൻ്റെ ആളുകൾക്ക് നബിയേ, അങ്ങേക്ക് ഇസ്റാഉം മിഅ്റാജും നടന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവർ കളിയാക്കുന്നത് കാണാൻ കഴിയും നബിയേ. അവർക്കിതൊരു പരീക്ഷണമാണ്, അവർക്ക് ഉൾക്കൊള്ളുക സാധ്യമല്ല. അതൊക്കെ പോട്ടെ, നമ്മളൊരു 500 കൊല്ലം ബാക്കിലേക്ക്, 500 വേണ്ട, ഒരു 300 കൊല്ലം ബാക്കിലേക്ക് സഞ്ചരിക്കാം. 300 കൊല്ലം ബാക്കിലേക്ക് സഞ്ചരിക്കാം. 300 കൊല്ലം മുമ്പ് ഒരു ഖതീബ് ഉസ്താദ് ഇങ്ങനെ പറഞ്ഞു എന്ന് സങ്കല്പിച്ചു നോക്കൂ. പുന്നാര ജനങ്ങളെ, ഒരു കാലഘട്ടം വരും കേട്ടോ, ഇവിടുന്ന് സൗദി അറേബ്യയിലേക്ക് ജിദ്ദയിലേക്ക് 4000 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു 4 മണിക്കൂർ കൊണ്ടൊക്കെ അവിടെ എത്താൻ കഴിയട്ടോ. ആരെങ്കിലും അത് വിശ്വസിക്കുമോ? അന്നത്തെ കാലം ഫ്ലൈറ്റുകൾ സുപരിചിതമായിട്ടില്ല. മനുഷ്യന് ആകാശത്ത് യാത്ര ചെയ്യാൻ കഴിയുമോ എന്ന സാധ്യതകളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധ്യമില്ലാതിരുന്നൊരു സമയത്ത് ഇത് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമോ? അതൊരു ഫിത്നയാവൂലേ? ഈ മുസ്ലിയാരെന്താ യാതൊരു തലയും വാലും ഇല്ലാത്ത കാര്യമാണല്ലോ ഈ പറയണത്, കമ്മിറ്റിക്കാരെ പിരിച്ചുവിടൂലേ? എന്തേ? ജനങ്ങൾക്കത് ഉൾക്കൊള്ളാനുള്ള പക്വത ആയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും, ഇവിടെ നിന്ന് ദുബൈയിലേക്ക് ഒരു 3-3.25 മണിക്കൂർ സമയം കൊണ്ട് ഫ്ലൈറ്റുകൾ എത്തിച്ചേരുന്നു, 2700 കിലോമീറ്റർ. ഇനിയൊരു സമയം കുറച്ചുകൂടെ അൾട്രാസോണിക് വിമാനങ്ങളൊക്കെ ലാൻഡ് ചെയ്യാവുന്ന എയർപോർട്ടുകളൊക്കെ കേരളത്തിൽ വന്നാൽ ദുബൈയിലേക്കുള്ള സമയം ഒരു 40 മിനിറ്റായി ചുരുങ്ങും. മാതിരി ബടായിക്കാണോ പറയണത് എന്ന് നമുക്ക് ചിന്തിക്കാൻ ഇപ്പം തോന്നൂല. എന്തേ? ചില സാധ്യതകളൊക്കെ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വന്നതുകൊണ്ട്. ഇതൊരു 4-5 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. ആ കാലഘട്ടത്തിലാണ് എൻ്റെ ഹബീബിനെ ഞാൻ ഇസ്റാ ചെയ്തു എന്ന് അല്ലാഹു തആല പച്ചയിൽ സുബ്ഹാന വെച്ച് പഠിപ്പിച്ചത്. നിങ്ങൾക്ക് തിരിഞ്ഞില്ലെങ്കിൽ സുബ്ഹാന പറഞ്ഞ് മിണ്ടാതിരുന്നോളൂ, ഈ സംഭവം ഞാൻ നടത്തിയതാണ്.